നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അനുഭവിക്കാത്തവർ കുറവായിരിക്കും. നടുവേദനയ്ക്കുള്ള ആയുർവേദത്തിലെ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ DS വിനോദ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ നടുവേദന എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഏത് ഭാഗം മുതൽ ഏത് ഭാഗം വരെയുള്ള ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? പ്രധാനമായിട്ടും കഴുത്തിൻ്റെ പിറകുവശം, പൃഷ്ഠഭാഗം അഥവാ thoracic region, കഴുത്തിൻ്റെ നടുഭാഗം അഥവാ ലംബാർ റീജിയൻ, അതിൻ്റെ താഴെ ഭാഗം, ഇങ്ങനെ പ്രധാനപ്പെട്ട 4 റീജിയൻസിലുള്ള വേദനകളെ മൂന്ന് റീജിയൻസിലെ വേദന നമുക്ക് നടുവേദനയിൽ ബന്ധപ്പെട്ട് പറയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരാറ് ഏത് ഭാഗത്തുള്ള വേദന? ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരാറുള്ളത് ലംബാർ റീജിയൻ അഥവാ നടുവിനും പിന്നെ നടുവിൻ്റെ താഴെ വശത്തുള്ള വേദനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വേദന ഉണ്ടാകുന്നത്? നടുവേദനയെ നമുക്ക് പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിക്കാവുന്നതാണ്. മെക്കാനിക്കൽ എന്നും, നോൺ മെക്കാനിക്കൽ എന്നും, റെഫേർഡ് എന്നും. ഇങ്ങനെ 3 കാരണങ്ങളിൽ നടുവേദന ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആദ്യം പറഞ്ഞ മെക്കാനിക്കൽ എന്ന കാരണമാണ്. എന്താണ് ഈ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ, നട്ടലിൻ്റെ ഡിസ്ക്, നട്ടലിൽ മറ്റേ സ്നായുക്കൾ, മാംസപേശികൾ തുടങ്ങിയ അവയവങ്ങൾക്ക് വരുന്ന ക്ഷതം, അവയ്ക്കുണ്ടാകുന്ന തേയ്മാനം, പരുക്കുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന വേദനയെ നമ്മൾ മെക്കാനിക്കൽ പെയിൻ എന്ന് പറയുന്നു. 70 മുതൽ 80% വരെ ആളുകൾക്കുണ്ടാകുന്ന വേദനയ്ക്ക് കാരണം ഈ മെക്കാനിക്കൽ വേദനയാണ്. പിന്നെ നോൺ മെക്കാനിക്കൽ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ, ചില ഗ്രോത്തുകൾ, അതായത് നിയോപ്ലാസംസ്, ക്യാൻസർ മുതലായ കാരണങ്ങളെ കൊണ്ടാണ് ഈ നോൺ മെക്കാനിക്കൽ ടൈപ്പ് ഉണ്ടാകുന്നത്. മൂന്നാമത് പറയുന്നത് റെഫേർഡ് പെയിൻ, നട്ടലല്ലാത്ത മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള വേദന നട്ടലിലേക്ക് അറിയുന്നതിനാണ് നമ്മൾ റെഫേർഡ് പെയിൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കോളിസിസ്റ്റൈറ്റിസ്, പാങ്ക്രിയാറ്റൈറ്റിസ്, മറ്റുള്ള ഇൻഫെക്ഷൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മറ്റേ മൂത്രാശയത്തിലുള്ള അണുബാധ തുടങ്ങിയവയെല്ലാം നമുക്ക് റെഫേർഡ് പെയിനിൽ പറയാവുന്നതാണ്. ഈ നോൺ മെക്കാനിക്കൽ എന്ന് പറഞ്ഞ കാറ്റഗറി, ഇത് തിരിച്ചറിയാൻ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഡോക്ടർ ചെയ്യുന്നത്? നോൺ മെക്കാനിക്കൽ എന്ന് പറഞ്ഞ കാറ്റഗറി തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും നടത്തിയിരിക്കണം. കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെങ്കിൽ അതാത് സെൻറ്റേഴ്സിലേക്ക് അയക്കുകയും ചെയ്യാറുണ്ട്. എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് ആണ് ഇതിന് ചെയ്യുന്നത്? മിനിമം ലെവലിലെ ബ്ലഡ് ടെസ്റ്റ് ഞങ്ങൾ നടത്തുന്നത് റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റുകളായ TCD, CSR തുടങ്ങിയ ബ്ലഡ് ടെസ്റ്റുകളും, അതായത് ഏത് ഇൻഫെക്ഷനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും മറ്റുള്ളവർ ചെയ്യാറുണ്ട്. അത് അതിനനുസൃതമായ ചികിത്സകൾ നടത്താം, നമുക്ക് പറ്റുന്നവരെ നടത്താറുണ്ട്, ഇല്ലെങ്കിൽ അത് റെഫർ ചെയ്യാറുണ്ട്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സുരേഷ് എന്നാണ്. ഹലോ സുരേഷ്, ചോദിച്ചോളൂ. എനിക്ക് നടുവേദന വന്നിട്ട് 1 വർഷം 2 വർഷം ആവാനായി. ഞാനിപ്പോ കണ്ണൂര് വന്നിട്ട് ആയുർവേദ മെഡിക്കൽ കോളേജിൽ കാണിച്ചിരുന്നു. അപ്പൊ എന്നാലും മരുന്നൊന്നും കുടിച്ചിട്ട് ഒരു മാറ്റവും കാണുന്നില്ല. ഇങ്ങനെ രാവിലെ ടോയ്ലറ്റിലെല്ലാം ഇരുന്ന് കഴിഞ്ഞാല് എണീക്കുമ്പോ ഭയങ്കര വേദന. എങ്ങനെയാലും ഇങ്ങനെ നിലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാല് എണീക്കുമ്പോ ഭയങ്കര നടുവേദന. വേദന എണീച്ച് മെല്ലെ മെല്ലെ നിവർന്ന് നിൽക്കുമ്പോ മാത്രമേ വേദന പോകുന്നുള്ളൂ. നിവർന്ന് നിൽക്കുമ്പോൾ വേദന കുറയുന്നുണ്ട്. ഒന്ന് കുറച്ച് നടക്കുമ്പോ ആ നല്ല വേദന അങ്ങ് കുറഞ്ഞിട്ട് പിന്നെ ചെറിയ രീതിയിലുള്ള വേദനയാവും. സുരേഷിന് മുമ്പ് ഏതെങ്കിലും പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടോ? വീഴ്ച കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. അത് സാവധാനം തുടങ്ങുകയാണ് ചെയ്തത് നടുവേദന? അത് പെട്ടെന്ന് തുടങ്ങുകയാണ് ഉണ്ടായത്? ഇത് ഒരു പെട്ടെന്ന് വന്നതാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും വെയിറ്റ് വല്ലതും എടുത്തപ്പോഴാണോ സംഭവിച്ചത്? അങ്ങനെ വെയിറ്റ് ഉള്ളതൊന്നും എടുക്കാം. ഞാനിപ്പോ ഈ ഫോറോയിലെല്ലാം റിക്കിലെല്ലാം വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചെറിയ ചെറിയ വെയിറ്റ് ഉള്ള സാധനങ്ങൾ എടുക്കാറുണ്ട് അല്ലേ? എക്സ്റേ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു സുരേഷ്? ഇല്ല, എക്സ്റേ ഒന്നും എടുത്തില്ല. ഇതുവരെ എടുത്തിട്ടില്ല? ഇല്ല. ഈ കൂടുതൽ വേദന അനുഭവപ്പെടുന്നത് ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴാണ് കൂടുതൽ വേദന അനുഭവപ്പെടുന്നത് അല്ലേ? സുരേഷ് ഇപ്പൊ എത്ര വയസ്സായി? കിടന്നെണീക്കുമ്പോൾ. സുരേഷ് ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോ 37 വയസ്സായി അല്ലേ? മിക്കവാറും ഇത്തരം അസുഖങ്ങൾ ഉണ്ടാവുന്നത് നട്ടലിലെ കൈശേരകൾക്ക് ഉണ്ടാവുന്ന പരുക്കൾ മൂലം തന്നെയാണ്, അല്ലെങ്കിൽ തേയ്മാനം മൂലം ഇത് സംഭവിക്കുന്നതാണ്. ഹിസ്റ്ററി എന്തായാലും ക്ലിയർ അല്ല. ഏതായാലും ഇതുവരെയും എക്സ്റേ എടുത്തിട്ടില്ല. ഇത് കൂടുതലായിട്ട് വരുന്ന ക്രോണിക് ബാക്ക് വിഭാഗത്തിലാണ് പെടുന്നത്. അതിന് കൃത്യമായ ചികിത്സകൾ നടത്തി കഴിഞ്ഞാൽ മാറ്റാവുന്നേ ഉള്ളൂ. ദീർഘകാലം ചികിത്സ, അതായത് ചെറിയ ചെറിയ ചികിത്സാ രീതികൾ കൊണ്ട് തന്നെ സുരേഷിൻ്റെ അസുഖം മാറ്റാവുന്നേ ഉള്ളൂ. ദിവസവും ആ
പിന്നെ വേദന അനുഭവപ്പെടുന്ന ഭാഗത്ത് തൈലം പുരട്ടുക, ചെറിയ ചെറിയ ശോധനയ്ക്കുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുക, വേദനയ്ക്ക് അനുസൃതമായിട്ടുള്ള കഷായങ്ങൾ ഡോക്ടറോട് ചോദിച്ച് തീരുമാനിക്കുക എന്നിവ കുറച്ചു കാലം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ അസുഖത്തിന് മാറ്റം സംഭവിക്കും. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് ഷിനോജ് ആണ്, കോഴിക്കോട്. ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ ഹലോ, പറയൂ ഷിനോജ്. ഡോക്ടർ, എനിക്ക് നടുവേദന ഈ ഡിസ്ക് സ്ലിപ്പായെന്നാണ് പറഞ്ഞത്. ഡിസ്ക് സ്ലിപ്പായി ആയുർവേദത്തില് എന്തെങ്കിലും? ഈ ഡിസ്ക് നാല് വർഷമായി ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. ഇപ്പൊ 4 വർഷമായി ഇങ്ങനെ വേദന, എന്തെങ്കിലും എടുക്കുമ്പോ ഒക്കെ ഭയങ്കര വേദനയായിട്ട് വരും. നടുവേദന മാത്രമേ ഉള്ളൂ അതോ കാലിലേക്ക് വല്ല കഴപ്പോ തരിപ്പോ കടച്ചിലോ അങ്ങനെ വല്ലതും? കാലിലോട്ടൊക്കെ ഉണ്ട്. ഏത് കാലിലേക്കാണ്? 2 കാലിലേക്കുണ്ടോ ഒരു കാലിലേക്ക് മാത്രമാണോ? ഫസ്റ്റ് ഒരു കാലായിരുന്നു, ഇപ്പൊ 2 കാലിലോട്ടും ഉണ്ട്. 2 കാലിലേക്കുണ്ട് അല്ലേ? ഇത് സംഭവിച്ചിട്ട് 4 വർഷമായി. 4 വർഷമായി. നടുവേദനയാണ് കൂടുതൽ. ഇപ്പം കൂടുതലായിട്ട് നടുവേദന. ഇപ്പൊ ഒരു സൈഡ് ഒരു വളഞ്ഞ പോലെ ആയി പോവാ. അങ്ങനെ കുഞ്ഞൊക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡിലോട്ട് വളവ് അനുഭവപ്പെടുന്നുണ്ട്. ഇത് സംഭവിച്ചിട്ട് ഇപ്പൊ 4 വർഷമായി അല്ലേ? ചികിത്സ വല്ലതും ചെയ്ത് നോക്കിയിരുന്നോ? ചികിത്സ കുറച്ച് അലോപ്പതിയിൽ നോക്കി. പിന്നെ അലോപ്പതി ഇഞ്ചക്ഷൻ ഒക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പിന്നെ ബെൽറ്റ് ഒക്കെ ഇടാൻ വേണ്ടി തന്നു. പിന്നെ ഞാൻ ആയുർവേദം കുറച്ച് നോക്കിയായിരുന്നു. ഇതോടെ മാറ്റങ്ങൾ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടാവല്ലോ അല്ലേ? ആ ടൈമിൽ മാറ്റം ഉണ്ടായി. പക്ഷേ വീണ്ടും വന്നു. അത് ഇപ്പം കുറച്ച് കൂടുതലാണ്. ഇപ്പൊ കൂടാൻ പ്രത്യേകിച്ച് എന്തായിരുന്നു കാരണം? ഇപ്പൊ വീണ്ടും കുറച്ച് ഇളകിയിട്ട് കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതുകൊണ്ട് കളിച്ചു എന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പൊ കൂടിയത് അല്ലേ? ശരി. ഇത്തരം ക്രോണിക് ലോ ബാക്ക് പെയിനുകളിൽ ചിലപ്പോൾ അക്യൂട്ട് ചില കാരണങ്ങളെ കൊണ്ട് ഇത് വീണ്ടും പഴയ പോലെ തീവ്രമായിട്ട് ഉണ്ടാകാറുണ്ട്. അതിന് തൽക്കാലം നീർക്കെട്ട് കുറയ്ക്കുന്ന മാംസപേശികളുടെ നീർക്കെട്ട് കുറയ്ക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുക. അതിന് ആയുർവേദപ്പെടുത്തിയ ലേപനങ്ങളുണ്ട്, ലേപനങ്ങൾ വെച്ച് കെട്ടിയുള്ള ചികിത്സകളുണ്ട്, ചില കഷായങ്ങളുണ്ട്. കുറച്ച് 3-4 ദിവസം റെസ്റ്റ് എടുക്കുക, ഈ മരുന്നുകൾ ചെയ്യുക. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം കിട്ടും. പിന്നീട് ദീർഘകാല മീൻസ് ഒരു 3-4 മാസം ചികിത്സയ്ക്കുള്ള മരുന്നുകൾ അടുത്തുള്ള ഡോക്ടറോട് ചോദിച്ച് തീരുമാനിക്കാവുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ, നമസ്കാരം മാഡം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഷാഹിദ്, മണ്ണാർക്കാട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഷാഹിദ് പറയൂ. ഹലോ ഡോക്ടർ. ഹലോ പറയൂ ഷാഹിദ്. ഹലോ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ നമസ്കാരം. ഞാൻ വിളിച്ചത് സാർ, ഞാൻ മരത്തിന്റെ ഒക്കെ ഒരു വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് കുറച്ചു കാലം ഒരു മാസമായിട്ട് നടുവേദന ഭയങ്കരമായിട്ട് പ്രശ്നം സംഭവിക്കുകയാണ് സാർ. 1 മാസമായിട്ട്? നടുവേദന, അതെ, 1 മാസമായിട്ട് ഇപ്പൊ ഒരു ചെറുതായിട്ട് ഭയങ്കരമായിട്ട് ഇടക്കിടക്ക് ഭയങ്കര നടുവേദന. ഏത് സമയത്ത് നടുവേദന കൂടുന്നത്? ജോലി ചെയ്യുമ്പോഴാണോ അതോ വിശ്രമിക്കുമ്പോഴാണോ? ജോലി ചെയ്യുമ്പോഴല്ല, ജോലി ചെയ്തിട്ട് ഇതേപോലെ രാത്രി വന്ന് കിടന്ന് രാവിലെ എണീക്കുന്ന സമയത്തൊക്കെയാണ് കൂടുതൽ. അത് കുറച്ച് കഴിഞ്ഞാൽ മാറും? 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാൽ മാറാറുണ്ടോ? മാറുന്നുണ്ട്. ഇതിപ്പോ തുടങ്ങിയിട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളൂ അല്ലേ? 1 മാസേ ആയിട്ടുള്ളൂ സാർ. ചികിത്സ വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ചികിത്സ ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. വിക്സ് അങ്ങനെയുള്ള തേച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകലാണ്. അതുകൊണ്ട് കുറച്ച് വ്യത്യാസം തോന്നുന്നുണ്ടല്ലോ അല്ലേ? അതെ. ശരി. മറ്റുള്ള പനി മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു? ഇല്ല സാർ. ഒന്നുമില്ലല്ലോ അല്ലേ? ശരി. ഇതും എന്തായാലും ജോലി സംബന്ധമായിട്ട് വന്ന ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ തന്നെയാണ്. ഇവിടെയും സുരേഷ് ഒരു കാര്യം ചെയ്താൽ മതി. പറ്റിയ കുറച്ച് എണ്ണകൾ, അതായത് മുറിവെണ്ണ, ധാനന്തരം തൈലം പോലെയുള്ള തൈലങ്ങൾ ദിവസവും നടുവിന് പുരട്ടുക. ചില മരുന്നുകൾ മാത്രം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് മോചനം തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? രാഘവൻ, മണിയൂർ, കോഴിക്കോട് ജില്ല മണിയൂർ. ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. അത് എന്റെ ഊരക്ക് വിസലിന്റെ അടുത്ത് ഡിസ്കിലേലും തെറ്റിയെന്ന ഡോക്ടർമാർ പറയുന്നത്. അത് ഓപ്പറേഷനാ പറയുന്നത്. ആ ഓപ്പറേഷൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായും അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് ഓപ്പറേഷൻ തീരുമാനിക്കുന്നത്. എമർജൻസിയുള്ള കണ്ടീഷൻസിൽ എന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആയുർവേദ ചികിത്സ കൊണ്ട് മാറ്റാവുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ വിളിച്ച കോളേഴ്സിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ട്. ഇതിന് ആയുർവേദത്തിലുള്ള ചികിത്സ എന്തൊക്കെയാണ്? ഡിസ്ക് എന്ന് പറയുന്നത് സാമാന്യമായിട്ട് 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ കശേരുകൾക്കിടയിലുള്ള ആ ഒരു സോഫ്റ്റ് കുഷൻ, അതിനാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിന് തേയ്മാനം സംഭവിച്ച് കാണാറുണ്ട്. തേയ്മാനം സംഭവിക്കും, അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് വെൽപ്പോസ് എന്ന വസ്തു പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിന് നമ്മൾ ഡിസ്ക് തന്നെ എന്നാൽ തെറ്റിൽ എന്നൊക്കെ പറയുന്നത്. ഇത്
നല്ലൊരു ശതമാനം ആൾക്കാരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഒരു ചെറിയ ശതമാനത്തിൽ മാത്രമേ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് വരാറുള്ളൂ. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഗ്രേഡ് ചെയ്യണം. സിമ്പിളായിട്ടുള്ള ചെറിയ തള്ളയിൽ മാത്രമേ ഉള്ളൂ, കൂടുതൽ തള്ളി നിൽക്കുന്നുണ്ടോ അതിനാസ്പദമാക്കി ചികിത്സകൾ നിശ്ചയിക്കാവുന്നതാണ്. ആയുർവേദത്തിൽ തീർച്ചയായിട്ടും ഇതിന് ചികിത്സകളുണ്ട്. കോൾ ഉണ്ട് ഡോക്ടർ. തീർച്ചയായും. ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സുരേഷ്, ഞാൻ വിളിക്കുന്നത് തൊടുവഴിയെന്ന്. ചോദിച്ചോളൂ. സാർ ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സുരേഷ്, പറഞ്ഞോളൂ. സാർ ഞാൻ വിളിക്കുന്നത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പറയൂ. അമ്മ കുറച്ച് 48 വയസ്സോളം അമ്മയ്ക്ക് പ്രായമുണ്ട്. അമ്മ കുറച്ച് നാളായിട്ട് നടുവിന് വേദനയുടെ പ്രോബ്ലം ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന്, ചെറിയ മരുന്നും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം തീർത്തും നടുവിന്, അതായത് ജോലിയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തീർത്തും നടുവിനൊരു വേദന. ആ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചതുകൊണ്ട് ഒരു കുറവുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പൊ അതിൽ ആയുർവേദത്തിലേക്ക് നമുക്ക് അതില് ചെയ്യാൻ എന്താണ് പൊതുവായിട്ട്? അമ്മയ്ക്ക് നടുവേദന അല്ലാതെ വേറെ മറ്റേ ലക്ഷണങ്ങൾ വല്ലതും ഉണ്ടോ? നടുവേദന മാത്രമേ ഉള്ളൂ, അതോ വല്ല ശരീരഭാരം കുറയുക, പനി ഉണ്ടാവുക തുടങ്ങിയ ലക്ഷണങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള നോർമലുള്ള ബോഡി വെയിറ്റും പിന്നെ അത് പനി കാര്യങ്ങൾ അങ്ങനെ ഇല്ല. കൂടുതലായിട്ട് അങ്ങനെ ഇതുമായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തീർച്ച വരുത്തിയിട്ടുണ്ടോ? അത് ഇംഗ്ലീഷ് ആദ്യം ഒരു ചെക്കപ്പ് ചെയ്ത സമയത്ത് ഇതെല്ലാം നോക്കിയിരുന്നു. പക്ഷെ ആ ടൈമില് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. അതിനുള്ള നടുവിന് വേദനയുടേതായ മരുന്നും ഗുളികയൊക്കെ തന്നു വിട്ടതുള്ളായിരുന്നു. അത്രേ ഉള്ളൂ അല്ലേ? ഇപ്പൊ അമ്മയ്ക്ക് എപ്പോഴാണ് കൂടുതൽ നടുവേദന തോന്നുന്നത്? ഇതിപ്പോ അമ്മയ്ക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 1.5 മാസത്തോളം ആകുന്നു. അതായത് പതിയെ തുടങ്ങി. ഇപ്പോഴാണ് അതൊരു തീർത്തും വയ്യാത്ത ഒരു ഇതിലേക്ക് വന്നേ. അപ്പൊ അത് എല്ലാവരും ആയുർവേദത്തിലെ ഒരു ഇതിനെ പറ്റി ഒന്നറിയാം, എന്താണ് അതില്. ശരി, ഈ കേട്ടിട്ട് മനസ്സിലാവുന്നത് ഇത് നട്ടലിലെ തേയ്മാനുമായിട്ട് ബന്ധപ്പെട്ട വേദന തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ 1.5 മാസമായിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് അക്യൂട്ട് ലോ ബാക്ക് ഏക്കിൽ തന്നെ പെടുത്തി ചികിത്സിക്കാവുന്നതാണ്. ആദ്യമേ തന്നെ നടുവേദനയ്ക്ക് ദീർഘമായിട്ട് കുറയ്ക്കുന്ന ലേപനങ്ങളും മറ്റുള്ള കാര്യങ്ങളും കഷായങ്ങളൊക്കെ കൊടുത്ത് ഈ ആദ്യാവസ്ഥ പരിഹരിച്ച ശേഷം പിന്നീട് മാറ്റത്തിനനുസരിച്ച് ദീർഘകാല ചികിത്സകൾ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും മാറ്റം കിട്ടുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. തീർച്ചയായും. ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ. ഞാൻ 2 വർഷം മുന്നേ ഇങ്ങനെ സ്റ്റെപ്പ് മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പം കാല് ചറുക്കിയിട്ട് മൂടിടിച്ച് വീണായിരുന്നു. അപ്പൊ നട്ടലിന്റെ എന്റെ ഭാഗത്ത് പരിക്ക് പറ്റി. ഇത്തിരി റെസ്റ്റ് എടുത്ത് ആയുർവേദ ചികിത്സ തന്നെ ചെയ്തത്. സ്റ്റഡി ആയിട്ട് കിടക്കുകയൊക്കെ ചെയ്ത് അത് പൂർവ്വസ്ഥിതിയിലാവാൻ എനിക്ക് ഏകദേശം 1 വർഷം എടുത്തു. ബസ് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ നിന്നാ യാത്ര ചെയ്യണം, ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. നല്ല വേദന, മലം നടക്കാക്കൂല, ഇരിക്കാക്കൂല. ഇരുന്നിട്ട് കസേരയെന്നൊക്കെ എഴുന്നേക്കണമെങ്കിൽ ആരെങ്കിലും പിടിച്ച് ഇളക്കണമായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അങ്ങനെ പൂർവ്വസ്ഥിതിയിലായി. ഇപ്പോഴും ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ ഇങ്ങനെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോ ഞാൻ ഒരു വളവ് തിരിഞ്ഞ് ഇടവഴി കയറുന്ന സമയത്ത് ഞാൻ ബൈക്ക് എന്റെ ഭർത്താവിന്റെ ചരിഞ്ഞപ്പോ ഞാൻ മലന്ന് അന്നങ്ങ് വീണായിരുന്നു. വീണ്ടും വീണു. അന്ന് ആ വേദനിച്ച എന്റെ ഭാഗം തന്നെ ഇപ്പോഴും ഭയങ്കര വേദന, മലർന്ന് അടക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ആയുർവേദ ട്രീറ്റ്മെന്റ് തന്നെ ചെയ്യുന്ന, മുറിവെണ്ണ ഇങ്ങനെ വെച്ച് കെട്ടുന്ന, പിന്നെ ഗുളികയും കഴിയുന്നു, പിന്നെ ഒരു പൊടി ചൂടുവെള്ളത്തിൽ കലക്കി അവിടെ വയ്ക്കുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഭാഗം, ഏറ്റവും ബാക്കില് ട്രീറ്റ്മെന്റ് നല്ലോണം കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് എന്റെ അല്ലേ, നട്ടലിന്റെ എന്റെ ഭാഗത്ത് എന്റെ ശകലം ഒരു കച്ചേരി മുകളിലായിട്ട്. അങ്ങനെ അത് അത് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും വലിയ കുഴപ്പങ്ങൾ വരുമെന്തോ ഒന്നും അറിയാനും വയ്യ. ഭാവിയിൽ വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല. ഇത് നട്ടലിന്റെ താഴെ ഭാഗമായ കോക്സിക്സ് എന്ന രീതിയിൽ ആണ് ചെറിയൊരു ക്ഷതം അഥവാ ഫ്രാക്ചർ സംഭവിച്ചിരിക്കുന്നത്. അതിന് ഇപ്പോൾ ചെയ്ത ചികിത്സകൾ തന്നെ പര്യാപ്തമാണ്. അത് കുറച്ച് ദീർഘകാലത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്നും മാറ്റം കിട്ടുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ വിനോദുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഡോക്ടറോട് ചോദിച്ചോളൂ. സംസാരിച്ചോളൂ. ഹലോ ഹലോ പറയൂ. ഡോക്ടർ, എനിക്ക് ഈ വലത് കാലിന് പിന്നെ വേദനയുണ്ട്. അപ്പൊ നടുവിന് എക്സ്റേ ഇതൊക്കെ എടുത്തപ്പോഴെന്തോ കുഴപ്പമുള്ളതായിട്ട് കണ്ടു നടുവിന്. അപ്പം പിന്നെ
പാർക്കിൻസന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. പാർക്കിൻസൺസിന്റെ ഇടതുകാലിനാണ് വേദന, തളവിടലിനും പിന്നെ വലത്തുകാലിന് തളവിടലിനും കാലിനും തൊടയുടെ ഭാഗത്ത് അടിവശത്തും വേദനയാണ്. അടിവശത്തും വലത്ത് തുടയ്ക്കും തളവിരലിനും വലത് കാലിന്റെ അടിവശത്തുമാണ് വേദന അല്ലേ? വലത്ത് കാലിന് തുടയ്ക്കും തള്ളവിരലിനും കാലിന്റെ അടിവശത്തുമാണ് വേദന. വേദനയുണ്ട്. ശരി, പറഞ്ഞോളൂ. ഞാൻ കഴിക്കുന്ന മരുന്ന് പ്രാമിഫെക്സ് ആണ്. പ്രാമിഫെക്സ്, പിന്നെ ഒരു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ട്, ടിഡോമെറ്റ് പ്ലസ്. ശരി ശരി. പാർക്കിൻസോണിസമായി ബന്ധപ്പെട്ട ചില മരുന്നുകൾ അദ്ദേഹം കഴിക്കുന്നുണ്ട്. പാർക്കിൻസോണിസമായി ബന്ധപ്പെട്ട ന്യൂറോളജിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ അത് നടക്കാനും അല്പ വിഷമം ആ അസുഖം കൊണ്ട് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ എക്സ്റേ ആയിട്ട് ബന്ധപ്പെട്ട് എന്താ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? എക്സ്റേ നോക്കിയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? എന്ത് മാറ്റമാണ് പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു ചെറിയ എക്സസൈസ് പറഞ്ഞു, മതിയെന്ന് പറഞ്ഞു. തീർച്ചയായും വളരെ നല്ലൊരു സജഷനാണ്. കൃത്യമായിട്ടുള്ള ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ നിർബന്ധമായിട്ടും ഈ രണ്ട് അവസ്ഥകൾക്കും നല്ലതാണ്. കൂടാതെ അല്പം തൈലം, നടുവിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള തൈലം അടുത്തുള്ള ഡോക്ടറോട്, ആയുർവേദ ഡോക്ടറോട് ചോദിച്ച് പുരട്ടുന്നതും നിർബന്ധമാണെങ്കിൽ ചില കഷായങ്ങൾ കഴിക്കുന്നതും ഈ അവസ്ഥ മാറാൻ നന്നായിരിക്കും. ഡോക്ടറിലെ തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ മാഡം, പിന്നെ നടുവേദനയുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഡോക്ടറിലെ. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് 2 വർഷമായിട്ട് നമ്മുടെ നട്ടലിന് ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അവിടെ ബൾജായിരിക്കുക, റോട്ടം കിട്ടുന്നില്ല കേട്ടോ. ബൾജായിട്ടിരിക്കുകയാണ് അല്ലേ? 2 വർഷമായിട്ട്. അതായത് സാറേ എന്താ പറയാ, ഈ L5S1 അല്ലേ 4 ഡിസ്ക്. ശരി. അപ്പൊ ഏതാണ്ട് 2 വർഷം കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുവാ ഞാൻ. അത് പിന്നെ കുറച്ച് ഇപ്പം എന്താ പറയാ, ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്ത് മടുത്ത് ഇപ്പം പിന്നെ അങ്ങനെ റെസ്റ്റ് എടുത്ത് ഒന്നേ ട്രീറ്റ്മെന്റിലായി ഇപ്പൊ ഞാൻ. ഇപ്പൊ അത് ഈ ബൾജായിരിക്കുന്ന സാറേ ചുരുങ്ങാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് കറക്റ്റ് ആയിട്ട്. ഇതിന് താങ്കളുടെ ചോദ്യപ്രകാരം ഇത് L3, L4, L5, L5S1 തുടങ്ങിയ ഭാഗങ്ങളിലാണ് ബൾജ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് മരുന്നുകൾ മാത്രം മതിയാവില്ല. ആയുർവേദത്തിലെ ചില പഞ്ചകർമ്മ ചികിത്സയിൽ ഉൾപ്പെട്ട വിരേചനം, വസ്തി തുടങ്ങിയ നല്ല ചികിത്സകൾ ലഭ്യമാണ്. ഇതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങളുടെ മാറ്റം കാണാറുണ്ട്. അത് സ്വീകരിക്കുന്നത് തൊട്ടടുത്തുള്ള ആയുർവേദ കോളേജിലോ അല്ലെങ്കിൽ ഡിസ്പെൻസറി മറ്റോ ഹോസ്പിറ്റലുകളിലോ സമീപിച്ച് കൃത്യമായ ചികിത്സ നേടിയാൽ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം കിട്ടുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ നടുവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ പലരും പെയിൻ കില്ലേഴ്സ് കഴിക്കാറാണ് പതിവ്. അങ്ങനെ ദീർഘകാലം പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അപകടങ്ങളുണ്ടോ? പെയിൻ കില്ലേഴ്സ് അത് അലോപ്പതി ആയാലും മോഡേൺ ആയാലും ശരി, ആയുർവേദമായാലും ശരി, ദീർഘകാലം കഴിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. കൃത്യമായിട്ടുള്ള ചികിത്സ, കാരണത്തിനനുസരിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം എന്താണെന്ന് അറിയുക, അത് ഡോക്ടറോട് ചോദിച്ച് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി സ്വന്തം കാരണത്തെ തിരിച്ചറിയുക, അതിനുശേഷം ഉചിതമായ ചികിത്സ ചെയ്യുക. അതല്ലാതെ വേദനയ്ക്ക് വേണ്ടി ഔഷധങ്ങൾ കഴിക്കുന്നത് ഒരിക്കലും നന്നായില്ല. കാരണം വേദന എന്ന് പറയുന്നത് ഒരു ലക്ഷണം മാത്രമാണ്. രോഗം എന്താണെന്ന് തിരിച്ചറിയുക, അതിനനുസരിച്ച് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ, അതിനനുസരിച്ച് എക്സസൈസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും മാറ്റം തീർച്ചയായും ലഭിക്കുന്നതാണ്. അമിതവണ്ണം ഉള്ളവർക്ക് നടുവേദന വരുന്നുണ്ട്. അമിതവണ്ണമുള്ളവർക്ക് നടുവേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനുള്ള ചികിത്സ എങ്ങനെയാണ്? തടി കുറച്ചിട്ടുള്ള ചികിത്സകളാണോ ചെയ്യുന്നത്? ഇത് തീർച്ചയായും അമിതവണ്ണമുള്ളവരുടെ സ്ഥിരം ചോദ്യമാണ്. തടി കുറയ്ക്കുക എന്നുള്ളത് മിക്കവരുടെയും അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ്. അവർക്കത് ചോദിക്കും, ഉത്തരം കിട്ടും. അവർ പക്ഷേ അത് അവരുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്താൻ മിക്കവാറും ആളുകൾ തയ്യാറല്ല. എന്തായാലും ശരി, വെയിറ്റ് റിഡക്ഷൻ അഥവാ വണ്ണം കുറയ്ക്കുക തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, ചെയ്യുക. അവനവൻ്റെ ശരീരഘടന അനുസരിച്ചിട്ട് മനസ്സിലാക്കുക. ആഹാരത്തിൽ വ്യത്യാസം വരുത്തുക. ആഹാരം കുറയ്ക്കുക എന്നുള്ളതല്ല, മിതമായ ആഹാരം, ഹിതമായ ആഹാരം മിതമായി കഴിക്കുക. ഉറക്കത്തിൽ പകലുറക്കം ഒഴിവാക്കുക, രാത്രി കൃത്യസമയത്ത് ഉറങ്ങുക. ഇരിപ്പ്, നടപ്പ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട്, അംഗങ്ങൾ പോസ്റ്റേഴ്സ് ഏറ്റവും പ്രധാനമാണ്, അത് കൃത്യമായി ശീലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇവർക്ക് നടുവേദനയിൽ നിന്ന് മുക്തി ലഭിക്കുന്നതാണ്. ഡോക്ടർ, സമയോടെ പൂർണ്ണമായി നടുവേദനയ്ക്കുള്ള ആയുർവേദ ചികിത്സയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.